ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രസൻറ്റ് ഓഫീസർ എക്സാമിൻ്റെ മലയാളം വ്യാകരണത്തിലെ 10 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് വളരെ നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പരീക്ഷ എഴുതിയവർ പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രൊവിഷണൽ ആൻസർ കീയുടെ വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പരീക്ഷയുടെ മാത്സ് 10 ചോദ്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളതൊക്കെ പോയി കണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഈ 2026 ഒരുപാട് നല്ല എക്സാമുകളുണ്ട്. നല്ല എക്സാംസ്, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അങ്ങനെ കുറേ നല്ല എക്സാമുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ പഠിക്കുക. എത്രയും പെട്ടെന്നൊരു ജോലി എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ഓപ്ഷൻ എ വൃഷ്ടി, ഓപ്ഷൻ ബി വ്രഷ്ടി, ഓപ്ഷൻ സി വ്രഷ്ടി, ഓപ്ഷൻ ഡി വൃഷ്ടി. ശരിയായ പദം ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ പദം, വൃഷ്ടി. വൃഷ്ടി, വൃഷ്ടിയുടെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചോണം. വൃ ആണ് വരുന്നത്, വൃഷ്ടി, വൃ. അതുപോലെ ഷാ കഴിഞ്ഞിട്ട് S പോലിരിക്കുന്ന ടായ വരുന്നത്. വൃഷ്ടിക്കകത്ത് S പോലിരിക്കുന്ന ടായ വരുന്നുണ്ട്, വൃഷ്ടി. വൃ ആണ് വരുന്നത്, വൃ. നമ്മൾ ആ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ തന്നെയാണ് വൃ, വൃ, വൃഷ്ടി, വൃ, വൃഷ്ടി. അപ്പം വൃ ആണ് വരുന്നത്. അതുപോലെ തന്നെ ടായ S പോലിരിക്കുന്ന ടായാണ് വരുന്നത്. അപ്പം വൃഷ്ടി, ശരിയായ പദം വൃഷ്ടി. അടുത്ത ചോദ്യം, സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ എ അസംവൃതം, ഓപ്ഷൻ ബി വിവൃതം, ഓപ്ഷൻ സി അവൃതം, ഓപ്ഷൻ ഡി സുവൃതം. സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതം ഓപ്ഷൻ ബി വിവൃതമാണ്. സംവൃതം, വിപരീതം വിവൃതം, സംവൃതം വിവൃതം. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഓപ്ഷൻ എ വിദ്വാൻ വിദുഷി, ഓപ്ഷൻ ബി പത്നി പതി, ഓപ്ഷൻ സി ലേഖകൻ ലേഖക, ഓപ്ഷൻ ഡി മകൻ മകള്. തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഓപ്ഷൻ സി ആണ്, ലേഖകൻ ലേഖകയാണ്. ലേഖകൻ ലേഖകയല്ല വരേണ്ടത്. ലേഖകൻ്റെ സ്ത്രീലിംഗം ലേഖികയാണ്, ലേഖിക. ഇത് മിക്ക PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ലേഖകൻ സ്ത്രീലിംഗം ലേഖിക. ഓർത്ത് വെച്ചോണം, ലേഖകൻ ലേഖിക. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിലെ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡികളാണ് വിദ്വാൻ വിദുഷി, പത്നി പതി, മകൻ മകള്. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ശരിയായിട്ടുള്ളത് വിദ്വാൻ വിദുഷി, പത്നി പതി, മകൻ മകള്. അതുപോലെ ലേഖകൻ ലേഖികയാണ് കറക്റ്റ്. ഓക്കെ, വിദ്വാൻ വിദുഷിയൊക്കെ മിക്ക PSC പരീക്ഷകളിലും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ ലേഖകൻ ലേഖിക, ഇതൊക്കെ PSCയുടെ എപ്പോഴത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്. അടുത്ത ചോദ്യം, ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദമേത്? ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം അത്യന്താപേക്ഷിതം. ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ. ഓപ്ഷൻ എ ആയാൾ, ഓപ്ഷൻ ബി അയാൾ, ഓപ്ഷൻ സി അവൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആ പ്ലസ് ആൾ, ഓപ്ഷൻ ബി അയാൾ. ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ അയാൾ.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തതേത്? ഓപ്ഷൻ എ പണിക്കർ, ഓപ്ഷൻ ബി മക്കൾ, ഓപ്ഷൻ സി ഭാരതീയർ, ഓപ്ഷൻ ഡി ആൺമക്കൾ. അലിംഗ ബഹുവചനം അല്ലാത്തത്, അലിംഗ ബഹുവചനം അല്ലാത്തത് ഓപ്ഷൻ ഡി ആൺമക്കളാണ്. ആൺമക്കൾ. അലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ ലിംഗത്തോടു കൂടി, ലിംഗം ഇല്ലാത്ത ബഹുവചനം. ലിംഗത്തോടു കൂടിയുള്ള ബഹുവചനമാണ് സലിംഗ ബഹുവചനം. ലിംഗം ചേർത്ത് പറയുന്നത് അതാണ് സലിംഗ ബഹുവചനം. ലിംഗത്തോടു കൂടി അല്ലാത്തതാണ് അലിംഗ ബഹുവചനം. ഈ ആൺമക്കൾ വരുന്നത് സലിംഗ ബഹുവചനത്തിലാണ്. സലിംഗ ബഹുവചനത്തിൽ എന്താണ്? ലിംഗമുണ്ട്. ഇവിടെ നോക്കിക്കേ, ആൺമക്കൾ, ആൺ, ലിംഗം പറഞ്ഞല്ലോ, ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് സലിംഗ ബഹുവചനമാണ് ആൺമക്കൾ എന്ന് പറയുന്നത്. മക്കള്, ഭാരതീയര്, ഇതൊക്കെ നോക്കിക്കേ അലിംഗ ബഹുവചന. കാരണം അതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും ചേർന്നുള്ള ഒരു കൂട്ടാണ് പറയുന്നത്. മക്കളിനകത്ത് എന്താ? സ്ത്രീകളും വരും, അല്ല ആൺകുട്ടികളും വരും, പെൺകുട്ടികളും വരും, സ്ത്രീയും പുരുഷനും ഉണ്ട്. അതുപോലെ ഭാരതീയരിനകത്ത് കണ്ടോ, സ്ത്രീയും പുരുഷനും വരുന്നുണ്ട്. ഭാരതീയര് ആണുങ്ങളും പെണ്ണുങ്ങളും വരും. ആൺമക്കളിനകത്താണെങ്കിൽ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങളില്ല. അപ്പം അവിടെ എന്താ? ഒരു ലിംഗമുണ്ട്. അതാണ് സലിംഗ ബഹുവചനം. ലിംഗം ചേർത്ത് പറയാത്തതാണ്, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് വരുന്നത്, അതാണ് ആക്ച്വലി അലിംഗ ബഹുവചനം. പിന്നെ ഇവിടെ ഓപ്ഷൻ എയിൽ പണിക്കരാണേ. പണിക്കർ എന്ന് വെച്ചാൽ നമ്മളൊരു ബഹുമാനത്തോടു കൂടി ഒരാളെ വിളിക്കുന്ന പേരാണ് പണിക്കർ. അതൊരു ശരിക്കും അർത്ഥം കൊണ്ട് ഏകവചന, ഒരാളെ ഉള്ളൂ. അതിനെ ഒരു ബഹുമാന സൂചകമായിട്ടാണ് പണിക്കർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം താഴെ പറയുന്നതിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതെന്നാണ്. പണിക്കർ ശരിക്കും ഏകവചന. അപ്പോൾ എനിക്ക് തോന്നുന്നത് PSC ഉദ്ദേശിച്ചത് പണിക്കാരായിരിക്കും. പണിക്കാർ. പണിക്കാരെന്ന് പറയുമ്പോൾ അത് അലിംഗ ബഹുവചനമാണല്ലോ. കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും വരും പണിക്കാരിനകത്ത്, രണ്ട് ലിംഗവും വരും. അപ്പോൾ അതാ പണിക്കാരായിരിക്കും മിക്കവാറും PSC ഉദ്ദേശിച്ചത്. പണിക്കാരാണ് അലിംഗ ബഹുവചനം ശരിക്കും. ഈ പണിക്കർ എന്ന് വെച്ചാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാന അർത്ഥം കൊണ്ട് പൂജക ബഹുവചനത്തിൽ നമ്മൾ പറയുന്ന പേരാണ് പണിക്കർ. ഓക്കെ. അപ്പോൾ ഇവിടെ അലിംഗ ബഹുവചനം അല്ലാത്തത് ആൺമക്കളാണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൺമക്കളാണ്. ഫൈനൽ ആൻസർ കീ വരുമ്പം ഉത്തരം ഈ ഒരു പണിക്കരുടെ പേരിൽ ക്യാൻസൽ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കും. കാരണം അലിംഗ ബഹുവചനത്തിൽ വരാത്തത് സലിംഗ ബഹുവചനായ ആൺമക്കൾ എന്നുള്ള രീതിയിൽ തന്നെ എടുക്കത്തേ ഉള്ളായിരിക്കും കേട്ടോ. ഓക്കെ. 76ാമത്തെ ചോദ്യം. കാരണം പണിക്കരെന്ന് പറയുന്ന ആൾ അലിംഗ ബഹുവചനം അല്ല. അപ്പം അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. പണിക്കാർ അത് അലിംഗ ബഹുവചന. പക്ഷെ നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ഇത് കണ്ടോ, പണിക്കര. ഓക്കെ. അടുത്ത ചോദ്യം, ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്നത് ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഗാത്രം, മേനി, കായം, വപുസ്. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഗാത്രം, മേനി, കായം, വപുസ്. അടുത്ത ചോദ്യം, ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ ശ്വാസം നിലയ്ക്കുക, ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക, ഓപ്ഷൻ സി ചക്രം ചവിട്ടുക, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി ആണ്, അത്യധികം വിഷമിക്കുക. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അത്യധികം വിഷമിക്കുക. പിരിച്ചെഴുതുക, അത്യന്തം. ഓപ്ഷൻ എ അത്യ പ്ലസ് അന്തം, ഓപ്ഷൻ ബി അത്യ പ്ലസ് ന്തം, ഓപ്ഷൻ സി അതി പ്ലസ് അന്തം, ഓപ്ഷൻ ഡി അതി പ്ലസ് യന്തം. അത്യന്തം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, അതി പ്ലസ് അന്തം. അത്യന്തം പിരിച്ചെഴുതുമ്പം അതി പ്ലസ് അന്തം എന്നാണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിയമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ എ മുൻഗണന, ഓപ്ഷൻ ബി ആമുഖം, ഓപ്ഷൻ സി ഉത്തരവ്, ഓപ്ഷൻ ഡി ശീർഷകം. പ്രിയമ്പിൾ ശരിയായ മലയാള പരിഭാഷ ആമുഖമാണ്. ഓപ്ഷൻ ബി ആമുഖം. പ്രിയമ്പിൾ ആമുഖം. മുൻഗണന
മുൻഗണന എന്ന് വെച്ചാൽ പ്രയോറിറ്റി. മുൻഗണന, പ്രയോറിറ്റി. ഉത്തരവ്, ഉത്തരവ് എന്ന് വെച്ചാൽ ഓർഡർ. ഉത്തരവ്, ഓർഡർ. ശീർഷകം, ശീർഷകം എന്ന് വെച്ചാൽ എന്താണ്? ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ്. ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ്, അതാണ് ശീർഷകം. അപ്പം ബാക്കിയുള്ള ഓപ്ഷനുകൾ കൂടെ പഠിക്കുക കേട്ടോ. പ്രിയമ്പിൾ എന്ന് വെച്ചാൽ ആമുഖമാണ്. അതുപോലെ മുൻഗണന, മുൻഗണന, പ്രയോറിറ്റി, ഉത്തരവ്, ഓർഡർ. അതുപോലെ ശീർഷകം, ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്